സ്വാഗതം പേജ് 10 സ്റ്റോറീസിലേക്ക്. രണ്ടും കൽപ്പിച്ചുള്ള നീക്കത്തിലാണ് ഇറാൻ. ചർച്ചയ്ക്കില്ല എന്നും യുദ്ധത്തിന് തയ്യാറാണ് എന്നുമാണ് ഇറാന്റെ നിലപാട്. ഇതോടെ ട്രംപ് അയയുന്നു എന്നാണ് പുതിയ റിപ്പോർട്ട്. ഇറാന്റെ നീക്കങ്ങളുടെ പ്രത്യാഘാതങ്ങളിൽ ട്രംപിന് ഭയമുണ്ടെന്നും ചില റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. ഹോർമൂസിലെ ഉപരോധം അതുകൊണ്ട് തന്നെ പിൻവലിക്കുന്നത് പരിഗണിക്കാമെന്ന് ട്രംപ് പാക് സേനാ മേധാവിയെ അറിയിച്ചുവെന്നാണ് ചില അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. എങ്ങനെയെങ്കിലും ഇറാനെ ചർച്ചയ്ക്കായി എത്തിക്കാനുള്ള നീക്കങ്ങളാണ് അസീം മുനീറിന്റെ നേതൃത്വത്തിൽ ഇപ്പോൾ നടക്കുന്നത്. ട്രംപ് മനഃപൂർവ്വം ചർച്ചയുടെ അന്തരീക്ഷം തകർക്കുന്നുവെന്ന വിലയിരുത്തലിലാണ് ഇറാനുള്ളത്. ഇതിനു പിന്നിൽ നെതന്യാഹുവിന്റെ കരങ്ങളുണ്ടെന്നും ഇറാൻ നേതാക്കൾ സംശയിക്കുന്നു. എന്തായാലും തങ്ങളുടെ ചരക്ക് കപ്പൽ അമേരിക്ക പിടിച്ചെടുത്തത് ക്ഷമിക്കാൻ ഇറാൻ തയ്യാറല്ല. ഈ ദൗത്യത്തിൽ പങ്കെടുത്ത അമേരിക്കൻ പടക്കപ്പലുകൾക്ക് നേരെ ഡ്രോൺ ആക്രമണം നടത്തി ഇറാൻ തിരിച്ചടിക്ക് തുടക്കവും ഇട്ടു. അമേരിക്കൻ കപ്പലുകൾക്ക് നാശനഷ്ടമുണ്ടെന്നും കപ്പലുകൾ അറബിക്കടലിലേക്ക് പിൻവാങ്ങി എന്നുമാണ് ഏറ്റവും പുതിയ റിപ്പോർട്ട്. ഒപ്പം മൊസാദിന്റെ 2 ചാരന്മാരുടെ വധശിക്ഷയും ഇറാൻ നടപ്പാക്കി. ഇനിയും കനത്ത തിരിച്ചടി നൽകുമെന്നാണ് ഇറാന്റെ പ്രതിജ്ഞ. ചെങ്കടൽ അടയ്ക്കുന്നതും മറ്റു ചില രഹസ്യ സൈനിക നീക്കങ്ങൾ നടത്താനും ഇറാന് പദ്ധതിയുണ്ടെന്നാണ് റിപ്പോർട്ട്. പശ്ചിമേഷ്യ വീണ്ടും യുദ്ധഭീതിയിലായി എന്ന് തന്നെ പറയാവുന്നൊരു സാഹചര്യമാണ് നിലവിലുള്ളത്. എന്തും എപ്പോൾ വേണമെങ്കിലും സംഭവിക്കാവുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ വളരെ പെട്ടെന്നാണ് വഴുതി മാറിയത്. പുതിയ സാഹചര്യങ്ങളെ നോക്കിക്കാണുകയാണ് ഈ വീഡിയോയിലൂടെ. 3 കാര്യങ്ങളാണ് ഈ വീഡിയോയിലൂടെ പരിശോധിക്കുന്നത്. 1, ഇറാനെ ചർച്ചയ്ക്കെത്തിക്കാൻ നടത്തുന്ന നീക്കങ്ങൾ അല്ലെങ്കിൽ നടക്കുന്ന നീക്കങ്ങൾ. 2, അമേരിക്ക ചരക്ക് കപ്പൽ പിടിച്ചെടുത്തതിന് പിന്നാലെ ഇറാൻ നൽകിയതും ഇനി പദ്ധതിയിടുന്നതുമായ തിരിച്ചടികൾ. 3, വെടിനിർത്തലിന് ശേഷമുള്ള ട്രംപിന്റെ സംശയാസ്പദമായ നിലപാടുകൾ. ട്രംപ് ചതിക്കുമെന്ന് വിലയിരുത്തി തന്നെയാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ ഇറാൻ ചില നീക്കങ്ങൾ നടത്തിയത്. അതിന്റെ ഭാഗമായി തന്നെയാണ് ഹോർമൂസ് വീണ്ടും അടച്ചത്. ഹോർമൂസിന്റെ കാര്യത്തിൽ ട്രംപ് വാക്ക് പാലിക്കാത്തത് കൊണ്ട് 2ാം ഘട്ട ചർച്ചയ്ക്ക് പോകേണ്ട എന്ന നിലപാടിലായിരുന്നു നേരത്തെ തന്നെ ഇറാന്റെ പ്രധാനപ്പെട്ട നേതാക്കൾ. അതിന്റെ സൂചനകളാണ് മുസ്തഫ ഖമനേയിലൂടെയും സ്പീക്കർ ഖാലിബാഫിലൂടെയും അവരുടെ ഇരുവരുടെയും വാക്കുകളിലൂടെയും പുറത്തു വന്നത്. ട്രംപിന്റെ ഭീഷണിയും ചർച്ചയും ഒരുമിച്ച് നടക്കില്ല എന്നുള്ള നിലപാടാണ് ഇറാൻ സ്വീകരിച്ചത്. അതിനിടയ്ക്കാണ് തീർത്തും പ്രകോപനപരമായി അമേരിക്കൻ നാവികസേന ഇറാന്റെ ചരക്ക് കപ്പൽ പിടിച്ചെടുത്തത്. ഇത് പരസ്യമായ കടൽ കൊള്ളയാണെന്നാണ് ഇറാന്റെ നിലപാട്. ഇതോടെ വെടിനിർത്തൽ ലംഘിക്കപ്പെട്ടു എന്ന് ഇറാൻ വിദേശകാര്യ വക്താവ് പറയുന്നു. അതുകൊണ്ട് തന്നെ അമേരിക്കയുമായി ചർച്ച നടത്താൻ ഇറാൻ ആലോചിക്കുന്നില്ല എന്നാണ് വിദേശകാര്യ വക്താവ് ഇസ്മായിൽ ബഖായി വ്യക്തമാക്കിയിട്ടുള്ളത്. മുൻ ചർച്ചകൾക്കിടയിലെ ആക്രമണങ്ങൾ ഇറാൻ മറക്കില്ല എന്നും അദ്ദേഹം പറയുന്നു. നയതന്ത്ര ചർച്ചയിൽ പോലും ഗൂഢാലോചനയുണ്ടോ എന്നുള്ള കാര്യത്തിൽ ഇറാൻ ജാഗ്രത പുലർത്തുന്നുണ്ട് എന്നും അദ്ദേഹം കൂട്ടിച്ചേർക്കുന്നുണ്ട്. ഇതോടെയാണ് പാക് സേനാ മേധാവി അസീം മുനീർ ട്രംപിനെ ഫോണിൽ വിളിച്ചത്. ഹോർമൂസിലെ നാവിക ഉപരോധം സമാധാന ചർച്ചയ്ക്ക് വെല്ലുവിളിയാകുന്നു എന്ന് അസീം മുനീർ ട്രംപിനെ അറിയിച്ചു എന്നാണ് പാക് മാധ്യമങ്ങളെ അല്ലെങ്കിൽ പാക് കേന്ദ്രങ്ങളെ ഉദ്ധരിച്ച് ചില മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. തുടർന്ന് നാവിക ഉപരോധം പിൻവലിക്കുന്ന കാര്യം പരിഗണിക്കാമെന്ന് ട്രംപ് അസീം മുനീറിനെ അറിയിച്ചതായാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ ഒടുവിൽ റിപ്പോർട്ട് ചെയ്യുന്നത്. നാവിക ഉപരോധം പിൻവലിച്ചാൽ ഇറാൻ ഉന്നതതല സംഘത്തെ ഇസ്ലാമാബാദിലേക്ക് അയക്കുമെന്ന് അസീം മുനീർ ട്രംപിനെ അറിയിച്ചതായി പാക് വൃത്തങ്ങളെ ഉദ്ധരിച്ചുള്ള റിപ്പോർട്ടിൽ പറയുന്നു. അസീം മുനീർ പറഞ്ഞ കാര്യം ട്രംപ് മുഖവിലക്കെടുത്തിട്ടുണ്ട് എന്നാണ് പാക് കേന്ദ്രങ്ങൾ പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇറാൻ സംഘം ചർച്ചയ്ക്ക് വരുമെന്നാണ് പാക് സർക്കാർ ഇപ്പോഴും പ്രതീക്ഷിക്കുന്നത്. ഏറ്റവും ഒടുവിലത്തെ റിപ്പോർട്ട് ഞാൻ സൂചിപ്പിക്കുകയാണെങ്കിൽ ഇറാൻ ഒരുപക്ഷെ ചർച്ചയിലേക്ക് എത്തിക്കാമെന്നുള്ള റിപ്പോർട്ടുകളാണ് ഏറ്റവും ഒടുവിൽ റോയിറ്റേഴ്സ് റിപ്പോർട്ട് ചെയ്യുന്നത്. കാരണം അസീം മുനീർ പറഞ്ഞതുപോലെ ആ കാര്യം ട്രംപ് അംഗീകരിക്കുന്നു എന്നുള്ള സൂചനകളാണ് പുറത്തു വരുന്നത്. ഹോർമൂസിലെ ഉപരോധം ട്രംപ് നീക്കം ചെയ്യുമെന്നുള്ള റിപ്പോർട്ടുകൾ തന്നെയാണ് പുറത്തു വരുന്നത്. ഇതിനിടയ്ക്ക് പാക് വിദേശകാര്യമന്ത്രിയും അബ്ബാസ് അരാക്ചിയുമായി ഫോണിൽ സംഭാഷണം നടത്തുകയും ചെയ്തു. പക്ഷേ അരാക്ചി ചർച്ചയുടെ കാര്യത്തിൽ എന്തെങ്കിലും ഉറപ്പ് കൊടുത്തോ എന്ന കാര്യം വ്യക്തമല്ല. തങ്ങളുടെ ചരക്ക് കപ്പലായ തൗസ്കയ്ക്ക് നേരെ അമേരിക്കൻ നാവികസേന നടത്തിയ വെടിവെപ്പും കപ്പൽ പിടിച്ചെടുത്ത നടപടിയും ഇറാനെ, പ്രത്യേകിച്ച് ഇറാൻ വിപ്ലവ സേനയെ വല്ലാതെ പ്രകോപിപ്പിച്ചിട്ടുണ്ട്. ഇത് ഒരു തരത്തിലും ക്ഷമിക്കാൻ കഴിയില്ല എന്ന് തന്നെയാണ് IRGCയുടെ നിലപാട്. അതുകൊണ്ടാണ് ഉടൻ തന്നെ IRGCയുടെ ഭാഗത്ത് നിന്ന് തിരിച്ചടിയും ഉണ്ടായത്. തൗസ്ക പിടിച്ചെടുക്കുന്ന ദൗത്യത്തിൽ പങ്കുചേർന്ന കപ്പലുകളെ തന്നെയാണ് ഇറാൻ ഡ്രോണുകളിലൂടെ ലക്ഷ്യമിട്ടത് എന്നതും നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഗൾഫ് ഓഫ് ഒമാനിലാണ് ഈ കപ്പലുകൾ നിലയുറപ്പിച്ചിരുന്നത്. USS പ്രൂവൻസ്, അതിലൊരു കപ്പലിൻ്റെ പേര് അങ്ങനെയാണ്, USS പ്രൂവൻസ്, ഇറാൻ്റെ ചരക്ക് കപ്പലിന് നേരെ വെടിയുതിർക്കുകയും അത് നിയന്ത്രണത്തിലാക്കുകയും ചെയ്ത ഗൈഡഡ് മിസൈൽ ഡിസ്ട്രോയർ കപ്പലാണ് ഇത്. ഈ കപ്പലിനെ ലക്ഷ്യമിട്ടാണ് ഇറാൻ പ്രധാനമായി ആക്രമണം നടത്തിയത്. USS ട്രിപ്പോളി
തൗസ്ക കപ്പൽ പിടിച്ചെടുക്കാൻ ഹെലികോപ്റ്ററുകൾ അയച്ച കപ്പലാണ് ഇത്. ഇതിനെതിരെയും ഇറാൻ ആക്രമണം നടത്തി. പിന്നെ USS പിങ്കിനി ഉപരോധത്തിൻ്റെ ഭാഗമായി ഈ ഒമാൻ കടലിടുക്കിൽ ഉണ്ടായിരുന്ന കപ്പലാണ് ഈ ഡിസ്ട്രോയർ കപ്പൽ. ഇതിനു നേരെയും ഇറാൻ ഡ്രോൺ ആക്രമണം നടത്തി. ആക്രമണത്തിൽ 2 കപ്പലുകൾക്കെങ്കിലും നാശനഷ്ടം ഉണ്ടായിട്ടുണ്ട് എന്നാണ് ഇറാൻ വാർത്താ ഏജൻസിയായ തസ്നിം റിപ്പോർട്ട് ചെയ്യുന്നത്. എന്നാൽ ഇറാന്റെ ആക്രമണം ഉണ്ടായെന്നും അതിനെ ഫലപ്രദമായി നേരിട്ടു എന്നുമാണ് അമേരിക്കൻ സെൻട്രൽ കമാൻഡ് അവകാശപ്പെടുന്നത്. നേരത്തെ തന്നെ അമേരിക്കൻ സെൻട്രൽ കമാൻഡ് ഒന്നും ആദ്യമേ അംഗീകരിക്കാറില്ല. പിന്നീട് ഈ കപ്പലുകൾക്ക് നാശനഷ്ടം ഉണ്ടായി എന്നുള്ള കാര്യമൊക്കെ പിന്നീടാണ് അവർ സ്ഥിരീകരിക്കുന്നത്. അതേസമയം ഒരേ സമയം ഒന്നിലധികം ഡ്രോണുകൾ ഉപയോഗിച്ച് നടത്തിയ ആക്രമണത്തെ തുടർന്ന് അമേരിക്കൻ കപ്പലുകൾക്ക് പിൻവാങ്ങേണ്ടി വന്നു എന്നാണ് ഇറാൻ റവല്യൂഷണറി ഗാർഡ് പറയുന്നത്. കപ്പൽ പിടിച്ചെടുത്തതിന് ഇനിയും തിരിച്ചടികൾ ഉണ്ടാകുമെന്ന് തന്നെയാണ് ഇറാന്റെ സംയുക്ത സൈനിക കമാൻഡും മുന്നറിയിപ്പ് നൽകുന്നത്. ഇറാൻ ഹൂതികളെ ഉപയോഗിച്ച് ചെങ്കടൽ അടയ്ക്കുമെന്നുള്ള സൂചനകളും പുറത്തു വന്നിട്ടുണ്ട്. ഇക്കാര്യത്തിൽ ഗൗരവകരമായ ചില നീക്കങ്ങൾ നടക്കുന്നുണ്ട് എന്നാണ് വിലയിരുത്തൽ. സന തീരുമാനിച്ചാൽ, അതായത് ഹൂതികളുടെ തലസ്ഥാനമായ സന തീരുമാനിച്ചാൽ ബാബ് അൽ മന്ദബ് കവാടം തുറക്കാൻ ലോകത്തെ ഒരു ശക്തിക്കും കഴിയില്ല എന്നാണ് ഹൂതി ഡെപ്യൂട്ടി വിദേശകാര്യമന്ത്രി ഹുസൈൻ അൽ ഏസി പ്രസ്താവിച്ചിട്ടുള്ളത്. ചെങ്കടലിൽ എത്തുന്ന അമേരിക്കൻ ഇസ്രയേൽ കപ്പലുകളെ ലക്ഷ്യമിടുമെന്നും ഹൂതികളുടെ മുന്നറിയിപ്പുണ്ട്. ഈ നീക്കത്തിലൂടെ ലോകത്തിലെ 2 പ്രധാനപ്പെട്ട എണ്ണക്കടത്ത് പാതകളെ പൂർണ്ണമായും നിശ്ചലമാക്കാനാണ് ഇറാൻ ലക്ഷ്യമിടുന്നത്. അതായത് സൂചനകൾ പ്രകാരം ഇറാന്റെ ഭാഗത്തു നിന്നും വളരെ കടുത്തതും നിർണായകവുമായ നീക്കങ്ങളാണ് വരാനിരിക്കുന്നത് എന്ന് തന്നെ നമ്മൾ വിലയിരുത്തണം. വീണ്ടും പശ്ചിമേഷ്യയിലെ അമേരിക്കൻ സൈനിക താവളങ്ങളെ ഇറാൻ ലക്ഷ്യമിടാനും സാധ്യതയുണ്ട്. ഒപ്പം ഗൾഫ് മേഖലയിലെ ജലശുദ്ധീകരണശാലകളെ തകർക്കുമെന്നും ഇറാന്റെ ഭീഷണിയുണ്ട്. കൂടാതെ അമേരിക്കയുടെയും ഇസ്രയേലിൻ്റെയും ബാങ്കിംഗ് മേഖലയും ഊർജ്ജ വിതരണ ശൃംഖലയും തകർക്കുന്ന രീതിയിലുള്ള വൻ സൈബർ ആക്രമണങ്ങൾക്ക് ഇറാന്റെ സൈബർ വിങ് തയ്യാറെടുക്കുന്നു എന്നുള്ള റിപ്പോർട്ടുകളും പുറത്തുവരികയാണ്. അതായത് ചർച്ചകൾ നടക്കാത്ത സാഹചര്യം ഉണ്ടായാൽ ഇതുവരെ കാണാത്ത കടുത്ത നീക്കങ്ങളിലേക്ക് ഇറാൻ പോകുമെന്നാണ് പൊതുവെയുള്ള വിലയിരുത്തൽ. മാത്രമല്ല, വെടിനിർത്തൽ കാലാവധിയിൽ ഇറാന് കൂടുതൽ മുന്നൊരുക്കങ്ങൾ നടത്താൻ കഴിഞ്ഞിട്ടുണ്ട് എന്നും ട്രംപ് ഈ കാലാവധി ഇറാന് നൽകിയത് മണ്ടത്തരമായി പോയെന്നും ചില ട്രംപ് അനുകൂല നിരീക്ഷകർ പറയുന്നുണ്ട്. അതിനിടെയാണ് ട്രംപിൻ്റെ പ്രകോപനപരമായ നീക്കങ്ങളിൽ ചതിയുടെ ചില സംശയങ്ങളും ഉടലെടുക്കുന്നത്. ട്രംപ് മനഃപൂർവ്വം ചർച്ചകൾ അട്ടിമറിച്ചതാണോ എന്നതിൽ വ്യത്യസ്ത അഭിപ്രായങ്ങളും നിലവിലുണ്ട്. ഇറാനെതിരെ അതിശക്തമായ സമ്മർദ്ദം ചെലുത്തി കൂടുതൽ ആനുകൂല്യങ്ങൾ നേടിയെടുക്കാനുള്ള ട്രംപിൻ്റെ ആർട്ട് ഓഫ് ദി ഡീൽ തന്ത്രമാണ് ഇതെന്നാണ് ട്രംപ് അനുകൂല വിഭാഗം കരുതുന്നത്. സമാധാന ചർച്ചകൾ പുരോഗമിക്കവേ തന്നെ ഇറാനിലെ പവർ പ്ലാന്റുകളും പാലങ്ങളും തകർക്കുമെന്ന് ട്രംപ് ഭീഷണിപ്പെടുത്തിയത് ഇതിൻ്റെ ഭാഗമാണ് എന്നാണ് ട്രംപ് അനുകൂല നിരീക്ഷകർ പറയുന്നത്. അമേരിക്കയിലെ രാഷ്ട്രീയ സാഹചര്യങ്ങളും തകർന്നുകൊണ്ടിരിക്കുന്ന സമ്പദ് വ്യവസ്ഥയെക്കുറിച്ചുള്ള ആശങ്കകളും ഇത്തരം കടുത്ത നീക്കങ്ങളിലൂടെ, കടുത്ത പ്രസ്താവനകളിലൂടെ മറികടക്കാൻ ട്രംപ് ശ്രമിക്കുന്നുവെന്നും റിപ്പോർട്ടുകളുണ്ട്. ട്രംപിൻ്റെ പ്രകോപനങ്ങളിൽ നെതന്യാഹുവിൻ്റെ സ്വാധീനം കാണുന്നവരും കുറവല്ല. യുദ്ധം തുടരണമെന്നാണ് നെതന്യാഹുവിൻ്റെ താല്പര്യം, നമുക്കറിയാം. അതിന് കാരണം ഇസ്രയേലിലെ രാഷ്ട്രീയ സാഹചര്യമാണ്. അതുകൊണ്ട് തന്നെ പാകിസ്ഥാനിൽ നടക്കുന്ന ചർച്ചകളിൽ നെതന്യാഹുവിന് ഒട്ടുമേ താല്പര്യമില്ല. ചർച്ചകളിൽ തങ്ങൾക്ക് പങ്കില്ലാത്തതും നെതന്യാഹുവിനെ അലോസരപ്പെടുത്തുന്നുണ്ട്. അതുകൊണ്ടാണ് ആദ്യ ചർച്ചയ്ക്കിടെ ലെബനനിൽ ആക്രമണം നടത്തി നെതന്യാഹു പ്രകോപനം സൃഷ്ടിച്ചത്. ഇസ്രയേലിൽ നെതന്യാഹു നേരിടുന്ന അഴിമതി കേസുകളിൽ നിന്നും കുറഞ്ഞുവരുന്ന ജനപ്രീതിയിൽ നിന്നും ശ്രദ്ധ തിരിക്കാൻ യുദ്ധം തുടരേണ്ടത് നെതന്യാഹുവിന് അത്യാവശ്യമാണ്. അതുകൊണ്ട് തന്നെ ട്രംപിനെ മുന്നിൽ നിർത്തി നെതന്യാഹു വീണ്ടും കളിക്കുകയാണോ എന്നുള്ള സംശയം പാകിസ്ഥാൻ, തുർക്കി, ഒമാൻ അടക്കമുള്ള രാജ്യങ്ങൾക്കുണ്ട്. അസീം മുനീറിൻ്റെ നീക്കത്തിലൂടെ ഇറാൻ പാകിസ്ഥാനിൽ ചർച്ചയ്ക്ക് എത്തുമോ എന്നതാണ് ഇനി അറിയേണ്ടത്. ഏറ്റവും ഒടുവിൽ വരുന്ന റോയിറ്റേഴ്സിൻ്റെ റിപ്പോർട്ട് പ്രകാരം ഇറാൻ എത്തിയേക്കാമെന്നാണ് റോയിറ്റേഴ്സ് റിപ്പോർട്ട് ചെയ്യുന്നത്. ഹോർമൂസിലെ ഉപരോധം അമേരിക്ക പിൻവലിച്ചാൽ ഇറാൻ ചർച്ചയിലേക്ക് എത്തുമെന്ന് തന്നെയാണ് പാകിസ്ഥാനും പ്രതീക്ഷ പ്രകടിപ്പിക്കുന്നത്. അബ്ബാസ് അരാക്ചിയും പാക് വിദേശകാര്യമന്ത്രിയും ഫോൺ സംഭാഷണം നടത്തിയതും പാകിസ്ഥാൻ ഒരു നല്ല സൂചനയായിട്ടാണ് കാണുന്നത്. ഒമാനും ഇറാൻ നേതാക്കളുമായി അനൗദ്യോഗിക ചർച്ചകൾ നടത്തുന്നുണ്ട്. ഇസ്ലാമാബാദ് ചർച്ചയിലേക്ക് ഇറാനെ എങ്ങനെയെങ്കിലും എത്തിക്കാനാണ് ഈ മധ്യസ്ഥ രാജ്യങ്ങളെല്ലാം ശ്രമിക്കുന്നത്. എന്നാൽ എത്രത്തോളം ഇറാൻ ഇക്കാര്യത്തിൽ വഴങ്ങുമെന്നുള്ള കാര്യം നിലവിലെ സാഹചര്യത്തിൽ ചില സംശയങ്ങളും മറുഭാഗത്ത് നിൽക്കുന്നുണ്ട്. അതായത് അസീം മുനീറിൻ്റെ നീക്കങ്ങളിൽ ഹോർമൂസിലെ ഉപരോധം ട്രംപ് പിൻവലിക്കുകയാണ് എങ്കിൽ ഇറാൻ ചർച്ചയിലേക്ക് എത്തുമെന്ന് തന്നെയാണ് എല്ലാവരും വിശ്വസിക്കുന്നത്. പക്ഷേ അപ്പോഴും ചില സംശയങ്ങൾ മറുഭാഗത്ത് നിലനിൽക്കുന്നുണ്ട്. ഇതാണ് ഈ വീഡിയോ തയ്യാറാക്കുന്ന സമയം വരെയുള്ള പശ്ചിമേഷ്യയിലെ സാഹചര്യം. ഓരോ നിമിഷവും കാര്യങ്ങൾ ഇങ്ങനെ മാറി മറിയുന്ന ഒരു സാഹചര്യമാണ്. എന്തായാലും സമവായ നീക്കങ്ങൾ ഫലപ്രദമാകട്ടെ എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. നല്ല കാര്യങ്ങൾ നടക്കട്ടെ എന്ന് പ്രത്യാശിക്കാം.
ഈ വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക. പേജ് 10 സ്റ്റോറീസ് വീഡിയോകൾ വാട്സപ്പിൽ കിട്ടാൻ കമൻറ്റ് ബോക്സിലുള്ള ലിങ്കുകൾ ക്ലിക്ക് ചെയ്യാം. വാട്സപ്പ് ഗ്രൂപ്പിലോ വാട്സപ്പ് ചാനലിലോ നിങ്ങൾക്ക് അംഗമാകാം. മറ്റൊരു വീഡിയോയുമായി കാണാം. നന്ദി, നമസ്കാരം.